തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു പറയുന്നതാണ് ഈ സംഭവം. വിശുദ്ധ മദീനയിലേക്ക് രണ്ടുപേർ ആഗതരായി. അന്ന റജുലൈനി ഖദിമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബലി എന്നാണ്. ബലി എന്ന ഗോത്രത്തിൽ നിന്ന് അറേബ്യൻ ഉപദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറ് വിദൂരതയിൽ നിന്നാണ് രണ്ടുപേർ മദീനയിലേക്ക് വന്നത്. അങ്ങനെ ആ രണ്ടുപേർ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ വന്നു. തൽഹ പറയുന്നത് റളിയല്ലാഹു അൻഹു പറയുന്നത് വകാന ഇസ്ലാമുഹുമാ മഅൻ ജമീഅൻ എന്നാണ്. രണ്ടാളും ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചു. വകാന അഹദുഹുമാ അശദ്ദ ഇജ്തിഹാദൻ മിനൽ ആഖർ. ഈ രണ്ടുപേരിൽ ഒരാൾ നല്ല അധ്വാനിയായിരുന്നു, പ്രയത്നിക്കുന്നവനായിരുന്നു, ഇബാദത്തിൽ പുണ്യം പ്രവർത്തിക്കുന്നതിൽ രണ്ടിലൊരാൾ നന്നായി സാഹസപ്പെടുമായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫഖസൽ മുജ്തഹിദു മിൻഹുമാ ഫസ്തുഷിദ്. ഇബാദത്തിൽ പരിശ്രമശാലിയായ കൂടുതൽ അധ്വാനിയായ വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അയാൾ ഷഹീദാവുകയും ചെയ്തു, രക്തസാക്ഷിയായി. വമസ്കസൽ ആഖറു ബഅദഹു സന സുമ്മ തൂഫി. ആഗതരായ രണ്ടുപേരിൽ അപരൻ ഒരു വർഷം കൂടി ജീവിച്ചു, എന്നിട്ട് അയാൾ സാധാരണ മരണം വരിച്ചു. അപ്പോൾ ഒരാൾ ഷഹീദായി, അപരൻ ഒരു വർഷം കൂടി ജീവിച്ചു, പിന്നെ സാധാരണ മരണം വരിച്ചു. തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഫറഅയ്തു ഫീമാ യറൻ നായിം. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്നാണ്. ആ സ്വപ്നത്തിൽ അദ്ദേഹം ഫഇദാ അന ബിബാബിൽ ജന്ന, ഞാൻ സ്വർഗ്ഗ കവാടത്തിൽ നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ഫഉതിയ ബിഹിമ എന്നാണ്. ഈ രണ്ട് പേർ അവർ കൊണ്ടുവരപ്പെട്ടു എന്നാണ് സ്വർഗ്ഗ കവാടത്തിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച വലിയ ഗോത്രക്കാർ രണ്ടുപേർ സ്വർഗ്ഗ കവാടത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു എന്ന് അദ്ദേഹം പറയാണ്. തൽഹ പറയാണ് അദ്ദേഹം കണ്ട സ്വപ്നത്തിൽ. അങ്ങനെ സ്വർഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്ന് ഫഖറജ ഖാരിജ മിനൽ ജന്നത്തി, സ്വർഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നിട്ട് ആദ്യം സ്വർഗത്തിലേക്ക് ക്ഷണിച്ചത് മരണപ്പെട്ട വ്യക്തിയെയാണ്. ഫഅദിനലില്ലദീ തൂഫിയ, മരണപ്പെട്ട വ്യക്തിക്കാണ് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശനത്തിന് അനുവാദം നൽകിയത്. പിന്നെ സ്വർഗത്തിൽ നിന്നൊരാൾ വന്നിട്ടാണ് അതിനലില്ലദീ ഇസ്തുഷീദ്, ഷഹീദായ വ്യക്തിക്ക് അനുവാദം നൽകിയത്. പിന്നെ രണ്ടുപേർ വന്നിട്ടാണ് തൽഹ റളിയല്ലാഹു തആല അൻഹുവോട് പറയുന്നത് ഇർജി ഫൈനഹു ലം യഅനി ലക ബഅദ്, താങ്കൾ മടങ്ങൂ, താങ്കൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയമായിട്ടില്ല എന്ന്. തൽഹത്ത് ബിൻ ഉബൈദില്ല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഇത് കഥിക്കുന്നത്. അദ്ദേഹത്തോട് പറയുകയാണ് താങ്കൾ മടങ്ങുക, താങ്കൾക്ക് സ്വർഗപ്രവേശനത്തിന് സമയമായിട്ടില്ല. അങ്ങനെ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന തൽഹത്ത് റളിയല്ലാഹു തആല അൻഹു പ്രഭാതത്തിൽ ഇത് ആളുകളോട് പറഞ്ഞു, ഈ സ്വപ്നം ആളുകളോട് പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ ഇതിൽ ആശ്ചര്യം കൂറി അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ഈ വിഷയം പറഞ്ഞു. ഇങ്ങനെ തൽഹത്ത് ഈ രണ്ടുപേരുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം മിൻ അയ്യി ദാലിക തഅജബൂൻ, അതിൽ ഏതിലാണ് നിങ്ങൾക്ക് അത്ഭുതം, ഏതിലാണ് അതിൽ നിങ്ങൾക്ക് അത്ഭുതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സഹാബികൾ പറഞ്ഞു യാ റസൂലല്ലാഹ് ഹാദാ കാന അശദ്ദു ഇജ്തിഹാദൻ മിൻ സാഹിബിഹി, ഈ വ്യക്തിയായിരുന്നു രണ്ടാളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തിൽ മത്സരിച്ചിരുന്ന വ്യക്തി. വഹുവല്ലദി ഇസ്തുഷീദ്, അദ്ദേഹമാണ് ഷഹീദായ വ്യക്തി. എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് സാധാരണ മരണം വരിച്ച വ്യക്തിയുടെ ശേഷമാണെന്ന് പറഞ്ഞ അവർ അത്ഭുതത്തെ വിശദീകരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുബന്ധം എന്താ പറഞ്ഞത്? അലൈസ ഹാദാ ഖദ് മകസ ബഅദഹു സന, ഷഹീദായ വ്യക്തിയേക്കാൾ സാധാരണ മരണം വരിച്ച വ്യക്തി ഒരു വർഷം കൂടി ജീവിച്ചില്ലേ? അപ്പോൾ സഹാബികൾ പറഞ്ഞു ബല, അതെ. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം വഅദ്റക റമദാന ഫസാമഹു, ഒരു വർഷം കൂടി ജീവിച്ചിട്ട് അയാൾ റമദാൻ മാസം കണ്ടെത്തുകയും നോമ്പെടുക്കുകയും ചെയ്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞു ബല, അതെ. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു വസല്ല കദ വകദ സജദതൻ, അയാൾ ഇത്ര നിസ്കാരം കൂടി നിർവഹിച്ചില്ലേ? അപ്പോഴും സഹാബികൾ പറഞ്ഞു അതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫമാ ബൈനഹുമാ അബ്അദു മാ ബൈന സമാഇ വൽ അർദ്, എങ്കിൽ ഈ ഷഹീദായ വ്യക്തിയും അപരനും തമ്മിൽ ആകാശഭൂമികൾക്ക് ഇടയിലുള്ളതിനേക്കാൾ അന്തരമുണ്ട് എന്ന് പറഞ്ഞു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു വർഷത്തെ റമദാനെ സ്വീകരിച്ച് നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ള മഹത്വം ഒരു റമദാൻ മാസത്തെ സ്വീകരിക്കാൻ ഈ ദുനിയാവിലുണ്ടാവുകയും അതിൽ നോമ്പെടുക്കാൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതൊരു മഹാ കാര്യമാണ്. അപ്പം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് കനിഞ്ഞതിൽ അള്ളാഹുവിനോട് കൂറുള്ളവരും
നന്ദിയുള്ളവരുമാകണം. ഒപ്പം അനുഗ്രഹദാതാവായ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് നമ്മൾ യഥാവിധം നോമ്പെടുത്തും അതേപോലെ നിസ്കരിച്ചും അള്ളാഹ്ക്ക് ഇബാദത്തുകൾ നിർവഹിച്ചുമാണ് നമ്മുടെ നന്ദി പ്രകാശനം. അത് മനസ്സ വാച കർമ്മണ നമ്മളിൽ നിന്നുണ്ടാകേണ്ടതാണ് എന്നാണ് ഉണർത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകൾക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ.